ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർത്ത് നിൽക്കാം. ഏവർക്കും ലൈബ വെഡിങ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹാപ്പി ഓണം. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. എന്റെ നെഞ്ചത്ത് കയറാൻ നിൽക്കണ്ട, കേറിയാൽ തിരിച്ചടിക്കുമെന്ന PV അൻവർ MLA. തൃശൂർ പൂരം കലക്കൽ ത്രിതല അന്വേഷണം അങ്കിത് അശോക് അന്വേഷിച്ചാൽ ഗൂഢാലോചന എങ്ങനെ പുറത്തുവരുമെന്നും ഇന്ന് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ PV അൻവർ MLA ചോദിച്ചു. പോലീസ് പറയുമ്പോഴല്ലേ അറിയുള്ളൂ എന്താണ് പരാതി എന്നറിയില്ല. കേസെടുത്തു ഇങ്ങനെ കാണുന്നുണ്ട്, കേസുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. വരട്ടെ, നമുക്ക് നോക്കാം. നമ്മളെന്ത് സീക്രട്ട് പുറപ്പെട്ട് അവിടെ ഇവര് ഫോൺ ചോർത്തുന്നുണ്ട്, ഇന്ന ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ ഉള്ളത്, പേരടക്കം നിങ്ങൾക്ക് തന്നാലേ അത് പരിശോധിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ പരിശോധിക്കണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കേസ്, അവിടെ ചോർത്തുന്നതിൻ്റെ പേരിൽ കേസില്ല. വളരെ നല്ല നീതിയല്ലേ, നോക്കാം നമുക്ക്. ഇപ്പോൾ ഇന്നലെ 3 അന്വേഷണം പറഞ്ഞു, ഇൻ്റലിജൻസ് അന്വേഷണം നടക്കും. ഈ ഇൻ്റലിജൻസ് ADGPയുടെ കീഴിലാണ് ആര്? ഈ അങ്കിത് അശോകൻ. ഈ പൂരം കലക്കാൻ ADGP ഏൽപ്പിച്ച വ്യക്തി ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് പോയിട്ട് ഇപ്പം ഇരിക്കുന്നത് ഇൻ്റലിജൻസിലാണ്. ഈ ADGPയുടെ താഴെയാണ് ഈ അങ്കിത് അശോകൻ. ഈ അങ്കിത് അശോകനാണ് ഇനിയിപ്പോൾ എന്ത് മുഖ്യമന്ത്രി പറഞ്ഞ 3 അന്വേഷണത്തിൽ ഒരു അന്വേഷണം എന്താ? ഗൂഢാലോചന. ആ ഗൂഢാലോചന അന്വേഷിക്കുന്നത് ഈ അങ്കിത് അശോകനാണ്. ഷാറല്ലേ? ഇത് വെള്ളരിക്കാപ്പട്ടണം. വേറെ വെള്ളരിക്കാപ്പട്ടണം നമുക്കറിയുന്നത്, വേറെ വല്ല എന്താ പട്ടണം ഉണ്ടോയെന്ന് അറിയില്ല. കാരണം ഇത് വെള്ളരിക്കാപ്പട്ടണത്തിന്റെ നിലവാരത്തിന് പുറത്താണിത്. അതെ, പൂരം കലക്കിയ അങ്കിത്തിനെ താൽക്കാലികമായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതിന്റെ പീരീഡ് റിസൾട്ട് കഴിഞ്ഞപ്പോൾ അതിന്റെ പീരീഡ് ട്രാൻസ്ഫർ ചെയ്തു. ഇപ്പൊ അദ്ദേഹം ഇരിക്കുന്ന ഇന്റലിജൻസ് ADGPന്റെ ഓഫീസിലാണ്. ആ ഇന്റലിജൻസ് ADGP ആണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ 3 താല അന്വേഷണം. ആ 3-ൽ ഒരാളാണ് ഈ പറയുന്ന അങ്കിത്. ഭീഷണി മുദ്രാവാക്യം അത് അവർ അച്ചടിച്ച് ഈ പാവപ്പെട്ട സഖാക്കളെ കൊണ്ട് അത് മുദ്രാവാക്യം വിളിപ്പിച്ചുകൊണ്ടൊന്നും ഈ വിഷയം അവസാനിക്കുന്നില്ല. അപ്പോൾ അത് എനിക്ക് ഈ പാവപ്പെട്ട സഖാക്കൾ അതിനു വേണ്ടി വിടുന്നവരോട് പറയേണ്ടത്, എൻ്റെ മേലേക്ക് എടുത്താൽ ഞാൻ തിരിച്ചടിക്കും, അതിന് യാതൊരു തർക്കമില്ല. അപ്പം ഈ പറഞ്ഞു വിടുന്നവരെ മേലേക്കല്ല പോവുക. ഈ മുദ്രാവാക്യം വിളിക്കുന്നവരും എന്നെ മെക്കെട്ട് കയറാൻ വരുന്നവരല്ല, ഇതിനെ പറഞ്ഞു വിടുന്നൊരു ടീമുണ്ട് കേരളത്തിൽ. ഇതിങ്ങനെ വർദ്ധിച്ചു വരുന്നതിൻ്റെ കാരണം അതാ. എന്നെ കൈകാര്യം ചെയ്യാൻ പറഞ്ഞു വരുന്നവരുടെ തലക്കാണ് ആദ്യം അടിക്കേണ്ടത്. അതെന്നെ കൊന്നാലും അടിക്കാനും അതിൻ്റെ സംവിധാനം ഉണ്ടാവും. അപ്പോൾ അത് അങ്ങനെ അങ്ങോട്ട് വെറുതെ വിട്ടിട്ടേ ആ രീതിയിൽ പോകാൻ കഴിയുന്നത് അവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ അപ്പം കാണാം. അന്ന് ചിലപ്പോൾ ഇത് പറയാൻ ഞാനുണ്ടാവില്ല, പക്ഷേ അന്ന് നിങ്ങളിത് പറയണം. മനസ്സിലായില്ലേ? ഇങ്ങനെ PV അൻവർ പറഞ്ഞിരുന്നു. ഇത് വെള്ളരിക്കാപ്പട്ടണം എന്നല്ല, ഒരു കൊള്ളരിക്കാപ്പട്ടണത്തിൽ ഒരു പലതും കൈകാര്യം ചെയ്ത് പോയിട്ടുണ്ട്. ആ ദമ്മം വെച്ച് എൻ്റെ നെഞ്ചത്തേക്ക് വരാൻ നിൽക്കണ്ട. മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് തന്നെയാണ് പിന്നെ നിയമസഭയിൽ ഇപ്പൊ നിലത്ത് തറയിൽ ഇരിക്കാലോ, നല്ല കാർപ്പറ്റ് ഉള്ളതാണ്. ഒരു തോർത്തമുണ്ട് കൊണ്ടുപോയാൽ നിലത്ത് വെച്ചിരിക്കാം. അല്ല, ഇനിയിപ്പൊ നമ്മൾ തറയിലിരിക്കാൻ തയ്യാറാണ്. ഇനിയിപ്പം അങ്ങനെ ഒരു വിഷമം നമ്മൾ സീറ്റിൽ കയറി ഇപ്പോൾ പാർട്ടി സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി പറഞ്ഞതല്ലോ, ഞങ്ങളെ വോട്ട് വാങ്ങിയാണ് ജയിച്ചത്. അപ്പം ഇനിയിപ്പം കുറച്ച് വോട്ട് എൻ്റെ ഉണ്ടല്ലോ, ആ സ്ഥിതിക്ക് ഇപ്പം കസാലിരിക്കാൻ എനിക്ക് യോഗ്യത ഉണ്ടാവില്ല. എൻ്റെ വോട്ടിനെ അടിസ്ഥാനപ്പെടുത്തുകയാണെങ്കിൽ ആ തറയിൽ മുണ്ട് വിരിച്ചിരിക്കാനുള്ള യോഗ്യതയില്ലായിരിക്കുള്ളൂ. അങ്ങനെ ഇരുന്നോളാം. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds. Most trusted gold. PAK Gold and Diamonds.